ുള്ള ബന്ധങ്ങളായിരിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ എല്ലാ നന്മകൾക്കും നമ്മൾ എപ്പോഴും പിന്തുണ കൊടുക്കും. അതോടൊപ്പം സാന്ദർഭികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നടത്താനുള്ള മദ്രസയുടെ സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണ 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. അപ്പൊ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ സംബന്ധിച്ചുള്ള ഒരു നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ അതിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല നിലക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 10 ലക്ഷം ആളുകൾ ഒപ്പിട്ട് ഒരു നിവേദനവും ഒപ്പിട്ട് ഒരു ഹർജി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ്സ് വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുകയാണ്. മുഖ്യമന്ത്രിയോട് അതിന് സമ്മതം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തക്ക് നേടേണ്ടി വന്നിട്ടില്ല എന്നതും നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ്. ആ നിലക്ക് നമുക്കൊക്കെ മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ കോൺഫ്ലുവൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. വേദിയിൽ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെയുണ്ട്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഏത് കാര്യവും സരസമായിട്ട് അങ്ങനെ അവതരിപ്പിക്കും. ഇപ്പൊ പറഞ്ഞ കേട്ടില്ല. സാധാരണ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. സാധാരണ മുഖ്യമന്ത്രിയുടെ മുഖം മാറും. പക്ഷെ ഇദ്ദേഹത്തിന്റെ അവതരണ രീതി, ആ അവതരണ രീതിയിൽ മുഖ്യമന്ത്രി പോലും ചിരിച്ചു. അപ്പൊ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്.